സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പരിശീലനത്തിന് ശേഷവും സിവിൽ സർവീസ് 2-3 വട്ടമൊക്കെ എഴുതി എന്നിട്ട് ലഭിക്കുന്നില്ല. സിവിൽ സർവീസ് ഇന്റർവ്യൂ വരെ എത്തിയെങ്കിൽ തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഡയറക്റ്റ് എൻട്രിയുടെ ഒരു ഓപ്ഷനുണ്ട്. ടെസ്റ്റ് എഴുതാതെ ഒരു ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കയറാൻ സാധിക്കും. 2, ഇന്ന് UPSC ഇന്റർവ്യൂ വരെ എത്തിയ വിദ്യാർത്ഥികളുടെ റെസ്യൂമെ അത് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, IIT, IIM പോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത ലഭിക്കുന്നത് പോലെ തന്നെയുള്ള മികവുറ്റ തൊഴിൽ സാധ്യതകൾ അവർക്ക് ലഭിക്കുകയാണ്. മറ്റൊരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മെന്ററിംഗ് ആണ്. ഒരു സിവിൽ സർവീസ് പരിശീലകനാവാൻ, അധ്യാപകനാവാൻ സിവിൽ സർവീസ് പരിശീലനം നമ്മളെ സഹായിക്കും. അധ്യാപകരാകുമ്പോൾ പ്രധാനമായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം നോക്കുന്ന ഒരു യോഗ്യത മെയിൻ പരീക്ഷ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ UPSC ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്ലസ് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു സ്കില്ലും കൂടിയുണ്ട് എങ്കിൽ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാണ് എങ്കിൽ മികവിന്റെ ഒരു മേഖല തന്നെയാണ് സിവിൽ സർവീസ് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കോച്ചാവുക എന്നുള്ളത്. ഇന്ന് ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു ബെസ്റ്റ് പാക്കേജാണ് ഈ മേഖലയിൽ ഉള്ളത്. ഒപ്പം നമുക്ക് മറ്റ് എക്സാംസ്, പബ്ലിക് സർവീസ് കമ്മീഷൻസ് നടത്തുന്നതടക്കമുള്ള എക്സാംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. 500ഓളം മറ്റ് എക്സാംസ് നമുക്ക് എഴുതാൻ സാധിക്കും. ഒരിക്കലും സിവിൽ സർവീസ് പരിശീലനം പാഴായി പോകത്തില്ല. നമ്മൾ ഏത് മേഖലയിൽ ചെന്നാലും, എൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് കിട്ടിയവരുണ്ട്, അതുപോലെ തന്നെ കിട്ടാത്ത നിരവധി ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഇന്ന് വ്യത്യസ്ത മേഖലകളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ അവർ ലീഡർഷിപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് തന്നെയാണ് സിവിൽ സർവീസിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നത്.